നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിൽ ഈ വർഷം ആരംഭിക്കുന്ന 4 വർഷ ഡിഗ്രി BA ഫങ്ഷണൽ ഇംഗ്ലീഷിൻ്റെ സിലബസും പാത്വേയുമാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ എത്ര തരത്തിലുള്ള ഡിഗ്രിയാണ് യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. പ്രധാനമായും 3 തരത്തിലുള്ള UG പ്രോഗ്രാമുകളാണ് യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്നത്. ഒന്നാമത്തെ പ്രോഗ്രാം 3 ഇയർ UG പ്രോഗ്രാമാണ്. അതായത് 3 വർഷത്തെ ഡിഗ്രി കോഴ്സാണ്. 180 ക്രെഡിറ്റിൽ നിന്ന് 133 ക്രെഡിറ്റ് ലഭിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് ഡിഗ്രി കരസ്ഥമാക്കാൻ പറ്റും. പക്ഷേ PG 2 വർഷം പഠിച്ചിരിക്കണം. എന്നാൽ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് 4 ഇയർ UG പ്രോഗ്രാം അല്ലെങ്കിൽ UG ഹോണേഴ്സ് എന്നാണ്. 4 വർഷത്തെ UG ഹോണേഴ്സ് ആണ്. 240 ക്രെഡിറ്റിൽ നിന്ന് 177 ക്രെഡിറ്റ് ലഭിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് ഡിഗ്രി കരസ്ഥമാക്കാൻ പറ്റും. ആ കുട്ടിക്ക് പിന്നീട് PG 1 വർഷം ചെയ്താൽ മതി. എന്നാൽ മൂന്നാമത്തെ ടൈപ്പിലേക്ക് വരുമ്പോൾ 4 ഇയർ UG പ്രോഗ്രാം അല്ലെങ്കിൽ UG ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്നാണ്. 240 ക്രെഡിറ്റിൽ 177 കിട്ടുകയാണെങ്കിൽ ആ കുട്ടിക്ക് UG ഓണേഴ്സ് വിത്ത് റിസർച്ച് ഡിഗ്രി ലഭിക്കും. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 4ാമത്തെ വർഷം ആ കുട്ടി നിർബന്ധമായിട്ടും 12 ക്രെഡിറ്റുള്ള ഒരു റിസർച്ച് പ്രൊജക്റ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. മാത്രമല്ല UG ഹോണേഴ്സ് വിത്ത് റിസർച്ച് എന്ന് പറയുന്ന ഈ 4 വർഷ ഡിഗ്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകത 1 വർഷം PG ചെയ്യുകയോ അല്ലെങ്കിൽ നേരിട്ട് PhDക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ 3 തരത്തിലുള്ള ഡിഗ്രികളാണ് യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഡിഗ്രിയുടെ പാത്വേ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എന്താണ് പാത്വേ എന്ന് പല ആളുകൾക്കും അറിയില്ല. ഒന്ന് ചുരുക്കി പറയാം. ഒരു കുട്ടി കോളേജിലേക്ക് എത്തിയിട്ട് ആ കുട്ടി പോകുന്ന വഴിക്ക് ഏതൊക്കെ കോഴ്സുകൾ കാണുന്നു അതൊക്കെ കുട്ടിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ്. ആ കുട്ടി തിരഞ്ഞെടുക്കുന്നതാണ് ആ കുട്ടിയുടെ കോഴ്സ് എന്ന് പറഞ്ഞത്. അല്ലാതെ പരമ്പരാഗത രീതിയിൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ടീച്ചേഴ്സ് പറയുന്ന ഇതാണ് കോഴ്സ്, ഇതാണ് സിലബസ് എന്ന് പറഞ്ഞ് നമ്മൾ അടിച്ചേൽപ്പിക്കലല്ല, കുട്ടി സ്വയം തിരഞ്ഞെടുക്കലാണ് ഈ ഒരു വിദ്യാഭ്യാസ രീതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ പാത്വേ പറ്റി ഒന്ന് നോക്കാം. ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും 5 തരത്തിലുള്ള പാത്വേ കാണാൻ പറ്റും. ആ കുട്ടി ഏതൊക്കെ വഴിയാണ് മുന്നോട്ട് പോകുന്നത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പാത്വേ എന്ന് വെച്ചാൽ സിംഗിൾ മേജറാണ്. അതായത് ഇപ്പോൾ BA ഫങ്ഷണൽ ഇംഗ്ലീഷ് എടുക്കുന്നൊരു കുട്ടി ആ കുട്ടിയുടെ മേജർ സബ്ജക്റ്റുകൾ മുഴുവൻ ഫങ്ഷണൽ ഇംഗ്ലീഷിനകത്തായിരിക്കും. പക്ഷേ മൈനേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ മൊത്തം 6 മൈനേഴ്സ് ഉണ്ട് 3 വർഷ ഡിഗ്രിക്കകത്ത്. 4 വർഷ ഡിഗ്രി ആണെങ്കിൽ അത് 8 മൈനറായിട്ട് മാറും. അപ്പോൾ ഈ 6 മൈനർ എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ കയറി പഠിക്കാമെന്നുള്ളതാണ്. അതായത് ഇപ്പോൾ കൊമേഴ്സിൽ ഒരു മൈനർ പഠിച്ചു, അടുത്ത് ഫിസിക്സ് എന്ന് പഠിച്ചു, അടുത്ത് കെമിസ്ട്രി, അങ്ങനെ അല്ലെങ്കിൽ ജേർണലിസം, എന്ത് വേണമെങ്കിലും ആ കുട്ടിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതായത് ആ കുട്ടിക്ക് മൈനർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഷയത്തിലല്ലാതെ എല്ലാ സബ്ജക്റ്റുകളും ഓടി നടന്ന് പഠിക്കാൻ പറ്റുമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിംഗിൾ മേജറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ കുട്ടിക്ക് ഇഷ്ടമുള്ള മൈനർ കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ആ കുട്ടി ഒരു വിഷയത്തിലും കൃത്യമായിട്ടൊരു നോളജ് കിട്ടാതെ വരികയും ഒരു പ്രശ്നം ഇതിനകത്ത് നേരിടുന്നുണ്ട്. അതാണ് സിംഗിൾ മേജർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേക്ക് വരുന്ന സമയത്ത് മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻസ് എന്നാണ്. അതായത് ഇപ്പോൾ A എന്ന് പറയുന്നത് നമ്മുടെ മേജർ, നമ്മുടെ പാരൻ്റൽ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇപ്പോൾ ഫങ്ഷണൽ ഇംഗ്ലീഷിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ് A എന്ന് വെക്കാം. അപ്പോൾ B, C എന്ന് പറയുന്ന 2 ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നായിട്ട് ആ കുട്ടി മൈനർ പേപ്പറുകൾ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ്. നേരത്തെ 6 മൈനർ പേപ്പേഴ്സ് ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കുട്ടി പഠിച്ചിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ ഡിഫറൻസ് ആയിട്ട് പഠിക്കാൻ പറ്റില്ല. വേറെ 2 ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഫങ്ഷണൽ ഇംഗ്ലീഷിൻ്റെ മൈനർ പേപ്പർ നമ്മൾ നോക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. ഇവിടെ നമുക്ക് ഫങ്ഷണൽ ഇംഗ്ലീഷിൻ്റെ മൈനർ പേപ്പറായിട്ട് കൾച്ചറൽ സ്റ്റഡീസിനെ കാണിക്കുന്നത്. അപ്പോൾ ഈ കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറയുന്നതിനകത്ത് നമുക്ക് കാണാൻ പറ്റും 2 ബാസ്ക്കറ്റാണ് അല്ലേ. 2 ബാസ്ക്കറ്റ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു സെക്ഷനും രണ്ടാമത്തെ വേറെ സെക്ഷനുമാണ്. മൊത്തം 8 മൈനർ ഉണ്ട്. 4 വർഷമാണെങ്കിൽ 8 മൈനർ, 3 വർഷമാണെങ്കിൽ 6 മൈനേഴ്സും. അപ്പോൾ ഇതിനകത്ത് 3 വർഷമുള്ള ഡിഗ്രി ആണെങ്കിൽ ആ കുട്ടി 3 മൈനറുകൾ തിരഞ്ഞെടുക്കണം. അപ്പോൾ ആദ്യത്തെ സെമ്മിനകത്ത് കുട്ടി ഗ്രാമർ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ മൈനർ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, അതേപോലെ തന്നെ രണ്ടാമത്തെ ബാസ്ക്കറ്റിൽ നിന്ന് അണ്ടർസ്റ്റാൻഡിങ് കൾച്ചർ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ പിന്നീട് ആ കുട്ടി പഠിക്കേണ്ടത് ഗ്രാമർ ഫൗണ്ടേഷൻ ആണെങ്കിൽ രണ്ടാമത് ചിൽഡ്രൻസ് ലിറ്ററേച്ചർ എടുക്കണം സെക്കൻഡ് സെമ്മിൽ, തേർഡ് സെമ്മിൽ ട്രാൻസ്ലേഷൻ തിയറി ആൻഡ് പ്രാക്ടീസ് എടുക്കണം. അങ്ങനെ പോകും. 8ാമത്തെ സെമസ്റ്ററിനകത്ത് ഗ്രീൻ ലിറ്ററേച്ചർ എടുക്കണം. ആ സമയത്ത് കൾച്ചറൽ സ്റ്റഡീസിലെ അണ്ടർസ്റ്റാൻഡിങ് കൾച്ചറാണ് ഫസ്റ്റ് എടുക്കുന്നതെങ്കിൽ 2ാമത്തെ സെമ്മിനകത്ത് ഗ്രാഫിക് നരേറ്റീവ്സ് എടുക്കണം. 3ാമത്താണെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു കൾച്ചറൽ സ്റ്റഡീസ് എടുക്കണം. അങ്ങനെ ആ പാറ്റേൺ തന്നെ പിന്തുടരുന്നതാണ് പറയുന്നത്. ഇവിടെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലെ കുട്ടികൾക്കും അവരുടെ മൈനർ പേപ്പറുകൾ പഠിക്കാൻ പാടില്ല എന്നാണ് പറയാം. അപ്പോൾ ഇംഗ്ലീഷിനകത്ത്, പ്രത്യേകിച്ച് നമ്മുടെ ഫങ്ഷണൽ ഇംഗ്ലീഷിനകത്ത് നമുക്ക് ആ ഒരു പ്രശ്നം ഇവിടെ ഇല്ല എന്നുള്ളതാണ്. കാരണം നമുക്ക് നമ്മുടെ മൈനർ പേപ്പേഴ്സിനെ പഠിക്കാം എന്നുള്ളതാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഇത്തരത്തിലുള്ള പല ഡിപ്പാർട്ട്മെൻറ്റുകളും വ്യത്യസ്തമായ രീതിയിലാണ് മൈനർ പേപ്പേഴ്സിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഫങ്ഷണൽ ഇംഗ്ലീഷ് സ്റ്റുഡൻസിന് അവരുടെ മൈനർ പേപ്പേഴ്സിനെ പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതിന് കാരണം
BA ഫങ്ഷണൽ ഇംഗ്ലീഷിനകത്ത് മുൻ വർഷങ്ങളിലൊക്കെ കോംപ്ലിമെൻ്ററി പേപ്പറായിട്ടുള്ള കൾച്ചറൽ സ്റ്റഡീസ് കുട്ടികൾക്കായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും കൾച്ചറൽ സ്റ്റഡീസിൻ്റെ ബാസ്ക്കറ്റാണ് കുട്ടികൾക്ക് മൈനറായിട്ട് തന്നിട്ടുള്ളത്. കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് BA ഫങ്ഷണൽ ഇംഗ്ലീഷിൻ്റെ കോർ സബ്ജക്റ്റ് അല്ല, അത് അതിൻ്റെ മൈനർ സബ്ജക്റ്റാണ്. അതൊരു കോംപ്ലിമെൻ്ററി പേപ്പേഴ്സ് പോലെ കരുതാൻ പറ്റുന്ന പേപ്പേഴ്സാണ്. അതുകൊണ്ട് തന്നെ BA ഫങ്ഷണൽ ഇംഗ്ലീഷിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ മൈനേഴ്സായിട്ട് കൾച്ചറൽ സ്റ്റഡീസ് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്യുന്ന കുട്ടികൾക്ക് MA കൾച്ചറൽ സ്റ്റഡീസിന് ജോയിൻ ചെയ്യാനും പറ്റും. അപ്പോൾ ഇവിടെ BC എന്ന് പറയുന്ന രണ്ട് വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഒരു മൈനർ പേപ്പേഴ്സ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ കൾച്ചറൽ സ്റ്റഡീസിന് രണ്ട് ബാസ്ക്കറ്റിൽ ഒരു ബാസ്ക്കറ്റ് കുട്ടികൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. B എന്ന് പറയുന്നതിനകത്ത് കൾച്ചറൽ സ്റ്റഡീസ് എടുക്കുകയാണെങ്കിൽ C എന്ന് പറയുന്നിടത്ത് വേറെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഏതെങ്കിലും ഒരു ബാസ്ക്കറ്റ് തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ്. പിന്നീട് പഠിക്കുമ്പോൾ ആ ബാസ്ക്കറ്റിലെ തൊട്ടടുത്ത കോഴ്സുകൾ കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നുള്ളതാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ A എന്ന് പറയുന്നത് അവരുടെ പാരൻ്റൽ ഡിപ്പാർട്ട്മെൻറ്റും BC എന്ന് പറയുന്നത് വേറെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നായിരിക്കണം മൈനേഴ്സ് എടുക്കണം എന്നുള്ളതാണ്. അതാണ് മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻസ് എന്ന് പറയുന്നത്. A എന്ന് പറയുന്നത് നമ്മുടെ ഫങ്ഷണൽ ഇംഗ്ലീഷിൻ്റെ പേപ്പറും B എന്ന് പറയുന്നത് കൾച്ചറൽ സ്റ്റഡീസും C എന്ന് പറയുന്നത് വേറെ ഡിപ്പാർട്ട്മെൻറ്റിലെ പേപ്പേഴ്സും ആവാം, ജേർണലിസ്റ്റ് ആവാം, വേറെ എന്തും ആവാം. ഇനി നമുക്ക് മൂന്നാമത്തെ പാത്വേയിലേക്ക് നോക്കുമ്പോൾ മേജർ വിത്ത് മൈനർ എന്നാണ്. മേജർ എന്ന് പറയുന്നത് നമ്മുടെ പാരൻ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലെ പേപ്പേഴ്സും മൈനർ എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിലെ പേപ്പേഴ്സ്. അപ്പോൾ രണ്ട് ബാസ്ക്കറ്റ് ഉണ്ടെങ്കിൽ ആ രണ്ട് ബാസ്ക്കറ്റും നമ്മൾ അവിടെ പഠിക്കേണ്ടി വരുന്നത് ഒരൊറ്റ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ്. അപ്പം നമുക്ക് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ A എന്ന് പറയുന്നത് ഫങ്ഷണൽ ഇംഗ്ലീഷിലെ കുട്ടികൾക്ക് ഒരു കൊമേഴ്സിലെ മൊത്തം മൈനസ് പേപ്പേഴ്സോ 6 മൈനർ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ ആ 6 മൈനർ പേപ്പേഴ്സും കൊമേഴ്സിന് മാത്രം പഠിക്കണം. അതല്ല കുട്ടി വേറെ ഏതെങ്കിലും BBA ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് കുട്ടി എന്ത് ചെയ്യണം, ആ BBA ഡിപ്പാർട്ട്മെൻറ്റിലെ 6 പേപ്പേഴ്സ് പഠിക്കണം. ഇനി അതല്ല വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫർ ചെയ്യുന്നതെങ്കിൽ അവരുടെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം എന്ത് ചെയ്യണം, ആ 6 മൈനർ പേപ്പേഴ്സും പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ അതേ ഒരു പോയിൻ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം ഫങ്ഷണൽ ഇംഗ്ലീഷ് സ്റ്റുഡൻസിന് അവരുടെ മൈനർ പേപ്പേഴ്സ് സെലക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ പാത്വേക്കകത്ത് ഈ 6 മൈനർ പേപ്പേഴ്സും 3 വർഷമാണെങ്കിൽ 6 മൈനർ പേപ്പേഴ്സ്, 4 വർഷമാണെങ്കിൽ 8 മൈനർ പേപ്പേഴ്സ്. അപ്പോൾ അവരുടെ എല്ലാ മൈനേഴ്സും അവരുടെ സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ തിരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ സവിശേഷത. അതായത് BA ഫങ്ഷണൽ ഇംഗ്ലീഷിൻ്റെ സ്റ്റുഡൻസിന് മൈനർ പേപ്പേഴ്സിനായിട്ട് പുറത്തേക്ക് പോകണ്ട. അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ BA ഫങ്ഷണൽ ഇംഗ്ലീഷിൻ്റെ കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ഈ ഒരു പേപ്പേഴ്സ് അവർ മൈനേഴ്സായിട്ട് എടുക്കാൻ പറ്റും. അതല്ല അവർക്ക് താല്പര്യമില്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ മൈനേഴ്സും തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് റൂള്. അപ്പോൾ A എന്ന് പറയുന്നത് അവരുടെ പാരൻ്റൽ ഡിപ്പാർട്ട്മെൻറ്റും B എന്ന് പറയുന്നത് അവരുടെ മൈനർ ഡിപ്പാർട്ട്മെൻറ്റുമാണ്. ഇനി നമുക്ക് നാലാമത്തെ പാത്വേക്ക് വരുന്നതിനകത്ത് മേജർ വിത്ത് വൊക്കേഷണൽ മൈനർ എന്നാണ്. അതായത് അവരുടെ മേജർ എന്ന് പറയുന്ന സബ്ജക്റ്റ് A ആണ്, വൊക്കേഷണൽ മൈനർ എന്നാണ് B ആണ്. അപ്പോൾ അവരുടെ വൊക്കേഷണലായിട്ട് നമ്മുടെ ജോലി സംബന്ധമായ രീതിയിൽ പ്രൊഫഷണലായിട്ട് ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലുള്ള കോഴ്സുകളാണ് അവിടെ ഡിപ്പാർട്ട്മെൻറ്റിലെ കോർ പേപ്പറിൻ്റെ കൂടെ തന്നെ മൈനർ പേപ്പേഴ്സ് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എക്സാമ്പിളായി കാണിക്കുന്നത് ഫങ്ഷണൽ ഇംഗ്ലീഷിൻ്റെ കുട്ടികളാണെങ്കിൽ മൈനറായിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫോർ ഡിജിറ്റൽ പ്രൊഫഷണൽ നീഡ്സ് എന്ന് പറയുന്ന വൊക്കേഷണൽ മൈനേഴ്സ് അവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ്. അതേപോലെ അഞ്ചാമത്തെ പാത്വേ ഡബിൾ മേജർ എന്ന് പറയുന്ന പാത്വേയാണ്. ഡബിൾ മേജർ എന്ന് വെച്ചാൽ 2 മേജറുകൾ ഒരേ സമയത്ത് അവർക്ക് കരസ്ഥമാക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഫങ്ഷണൽ ഇംഗ്ലീഷ് ആൻഡ് ജേർണലിസം എന്നുള്ള ഡബിൾ മേജറാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒന്നിൽ മാത്രം നിലനിൽക്കുന്നില്ല, 2ലും മേജറായിട്ട് വരുന്ന രീതിയിലേക്ക് പോവുകയാണ് ഈ അഞ്ചാമത്തെ പാത്വേ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫങ്ഷണൽ ഇംഗ്ലീഷും ജേർണലിസം എന്ന് പറയുന്ന 2 ഡിപ്പാർട്ട്മെൻറ്റിലെ പേപ്പേഴ്സും പഠിച്ചു കഴിഞ്ഞാൽ അവിടെ മൈനർ പേപ്പേഴ്സ് ഇല്ല, അവിടെ മേജർ പേപ്പേഴ്സ് മാത്രമാണ്, മേജർ മാത്രമാണ് കുട്ടി പഠിക്കുന്നത്. സ്വാഭാവികമായിട്ടും കുട്ടി 2 മേജറിലും കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഡിഗ്രി കരസ്ഥമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഡബിൾ മേജർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഫങ്ഷണൽ ഇംഗ്ലീഷ് പ്ലസ് ജേർണലിസം എന്നുള്ള രീതിയിൽ വരും, അല്ലെങ്കിൽ ഇപ്പോൾ ഇംഗ്ലീഷ് പ്ലസ് ഹിസ്റ്ററി എന്നുള്ള രീതിയിൽ വരും. അങ്ങനെ ഡബിൾ മേജറായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററിലെ പേപ്പേഴ്സ് ഒന്ന് പരിചയപ്പെടാം. എങ്ങനെയാണ് അതിൻ്റെ രീതി നമുക്ക് നോക്കാം. കോർ പേപ്പറായിട്ട് വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഫങ്ഷണൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന പേപ്പറാണ്. അതിന് 4 അവറാണ് ഒരാഴ്ചയിൽ തന്നിട്ടുള്ളത്. രണ്ടാമതായിട്ട് നമുക്ക് 2 മൈനേഴ്സ് പഠിക്കാണ്ട്, മൈനർ 1ഉം മൈനർ 2ഉം. മൈനർ 1 എന്ന് പറയുന്നത് ഗ്രാമർ ഫൗണ്ടേഷനാണ്, മൈനർ 2 എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് കൾച്ചറാണ്. അത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റുഡൻസിന് എടുക്കാൻ പറ്റും, അതല്ല പുറത്തുള്ള ഡിപ്പാർട്ട്മെൻറ്റും എടുക്കാൻ പറ്റും. AEC എന്ന് പറയുന്നത് പണ്ട് കോമൺ ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു, അതിന് പകരമായിട്ട് ഉപയോഗിക്കുന്നതാണ് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സുകളാണ്. അതിനകത്ത് വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ്. ഈ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സുകൾ എന്ന് പറയുന്നത് BA ലാംഗ്വേജസ്, അതായത് BA ഇംഗ്ലീഷ്, BA ഫങ്ഷണൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ആളുകൾക്കൊക്കെ ഈ പറയുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് ഫോർ ലിറ്ററേച്ചേഴ്സ് എന്നുള്ള പേപ്പറാണ് പഠിക്കേണ്ടത്.
BA ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ അതർ BA പ്രോഗ്രാമുകളൊക്കെ ആണെങ്കിൽ BTTM BA എക്കണോമിക്സ് പോലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ആണെങ്കിൽ അവർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് ഫോർ ഹ്യൂമാനിറ്റീസ് ആൻഡ് അതർ BA പ്രോഗ്രാംസ് എന്ന് പറഞ്ഞ AEC ആണ് പഠിക്കാനുള്ളത്. എന്നാൽ സയൻസ് BSc സയൻസ് അല്ലെങ്കിൽ BSc മാത്തമാറ്റിക്സ് പഠിക്കുന്ന ആളുകൾക്ക് കോമൺ ആയിട്ട് അവർക്ക് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സായിട്ട് നൽകുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് ഫോർ സയൻസസ് എന്നാണ്. ഇനി കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് ആണെങ്കിൽ അവർക്കും ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് ആണ്, പക്ഷേ അത് അവരുടെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് രീതിയിലേക്കുള്ള പേപ്പേഴ്സാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അവരുടെ AEC ഇംഗ്ലീഷ് സ്കില്ല് ഡെവലപ്പ് ചെയ്യേണ്ട പേപ്പറുകളും അവരുടെ കോർ പേപ്പറിനെ ബന്ധപ്പെടുത്തിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് സെമ്മിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കോർ പേപ്പർ ഇൻട്രൊഡക്ഷൻ ടു ഫങ്ഷണൽ ഇംഗ്ലീഷാണ്. മൈനർ 1 എന്ന് പറയുന്നത് ഗ്രാമർ ഫൗണ്ടേഷനാണ്. ഈ മൈനർ പേപ്പർ അവർക്ക് മാത്രമല്ല പുറമുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ചൂസ് ചെയ്യാൻ പറ്റും. മൈനർ 2 എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് കൾച്ചറാണ്. AEC 1 എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. എന്നാൽ AEC 2 എന്ന് പറയുന്നത് മലയാളം അല്ലെങ്കിൽ അറബിക് മറ്റ് ഭാഷകളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മലയാളമാണെങ്കിൽ ലിറ്റററി പ്രാക്ടീസ് ഇൻ മലയാളം അല്ലെങ്കിൽ മലയാള സാഹിത്യാനുശീലനം എന്ന് പറയുന്ന പേപ്പറാണ്. അറബിക് ആണെങ്കിൽ ബേസിക് അറബിക് ലാംഗ്വേജ് സ്കിൽസ് എന്ന് പറഞ്ഞ പേപ്പറാണ് ഇവിടെ BA ഫങ്ഷണൽ ഇംഗ്ലീഷിന് വരുന്നത്. അടുത്ത MDC കോഴ്സുകളാണ്. ഈ MDC കോഴ്സുകൾ പ്രത്യേകത നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടികൾ പഠിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഓപ്പൺ കോഴ്സ് പോലെ തന്നെയാണ്. ആഴ്ചയിൽ 3 അവർ വരുന്ന പേപ്പറാണ്. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടികൾ ഒരു കാരണവശാലും പഠിക്കാൻ പാടില്ലാത്തതാണ് MDC കോഴ്സുകൾ. പക്ഷേ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടികൾക്ക് ഓഫർ ചെയ്യുന്ന പേപ്പറാണ് MDC. ഇവിടെ BA ഫങ്ഷണൽ ഇംഗ്ലീഷ് മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടികൾക്കായിട്ട് ഓഫർ ചെയ്യുന്ന പേപ്പറാണ് വൊക്കാബുലറി ഇൻ യൂസ് എന്ന് പറയുന്നത്. ഇതാണ് ഫസ്റ്റ് സെമസ്റ്ററിലെ പേപ്പറിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് സെമസ്റ്ററിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും അവരുടെ കോർ പേപ്പർ ഇൻട്രൊഡക്ഷൻ ടു ഫങ്ഷണൽ ഇംഗ്ലീഷ് സെക്കൻഡ് ആണ്. മൈനർ 3 എന്ന് പറയുന്നത് ചിൽഡ്രൻസ് ലിറ്ററേച്ചറാണ്. മൈനർ 4 എന്ന് പറയുന്നത് ഗ്രാഫിക് നാരേറ്റീവ്സ് ആണ്. അടുത്ത AEC 3 ഇംഗ്ലീഷ് പേപ്പേഴ്സ് ആണ്. അത് അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് ആണ്. AEC 4 എന്ന് പറയുന്നത് ലാംഗ്വേജസ് ആണ്. കമ്മ്യൂണിക്കേറ്റീവ്സ് മലയാളം ആൻഡ് ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്നാണ്. വിനിമയ മലയാളവും സർഗാത്മക രചനയും എന്നാണ്. അറബിക് ആണെങ്കിൽ അറബിക് ലാംഗ്വേജ് സ്കിൽസ് എന്നാണ്. പിന്നെ MDC 2 ഉണ്ട്. ഈ MDC 2 എന്ന് പറയുന്നത് നമ്മുടെ പിള്ളേർക്ക് വേണ്ടിയുള്ളതല്ല, മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളതാണ്. ഓപ്പൺ പേപ്പർ പോലെ തന്നെയാണ്. പബ്ലിക് സ്പീക്കിംഗ് ആൻഡ് ഡിബേറ്റിംഗ് സ്കിൽസ് എന്നാണ്. അപ്പോൾ ഈ രീതിയിലാണ് BA ഫങ്ഷണൽ ഇംഗ്ലീഷിൻ്റെ സിലബസ് ഫ്രെയിം ചെയ്തിട്ടുള്ളത്.